നമസ്കാരം. എന്തൊരു കൊടും ദ്രോഹമാണ് ഇവനൊക്കെ ഈ അതിർത്തികളിൽ ചെയ്തു കൂട്ടുന്നത്. ഇന്ത്യയോട് ചെയ്തു കാട്ടിയതൊക്കെ ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. ഇപ്പോഴും തൊട്ടടുത്ത അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാൻ വക കൊടും ക്രൂരത. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധപോരാളികളൊന്നുമല്ല, ക്രിക്കറ്റ് പോരാളികളെയാണ് ഉമർ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ശ്രമിച്ചത്. 3 പേർ മരണമടയുകയും ചെയ്തു. കൊന്നും കത്തിച്ചും പക തീരാത്ത ഈ പാകിസ്ഥാനിൽ കാണുമ്പോൾ അറിയാതെ മനം നൊന്ത് ശപിച്ചു പോകും. പക്ഷെ നിരപരാധിയായ പാക് ജനതയ്ക്ക് പോലും ശാപമേൽക്കുന്ന കുരുട്ട് പ്രവൃത്തികളാണ് ഇവന്മാരൊക്കെ ചേർന്ന് ചെയ്തു കൂട്ടുന്നത്. ഇപ്പോഴിതാ പാക് സർക്കാരിലെ ഓരോരോ മന്ത്രിമാരും ഊഴം വെച്ചിറങ്ങി വന്ന് വെടിവെച്ചുറ എന്ന് ഇന്ത്യയോട് ആക്രോശിക്കുകയാണ്. വാടാ ഇന്ത്യൻ സൈന്യമേ, വന്ന് കാണിച്ചു തരാം എന്ന് പറയുകയല്ല, വന്ന് തരാനുള്ളത് തന്നിട്ട് പോയെന്ന് നിലവിളിക്കുകയാണ്. ഇതൊരു ഗതികേടാണ്. ഒരു ഭാഗത്ത് മനസ്സ് നിറം ഭീതിയാണ് അവർക്ക്, മറുഭാഗത്ത് ഇത് പുറത്തു കാണിക്കാതിരിക്കാൻ വായി തോന്നുന്നത് വിളിച്ചു പറയും. എല്ലാത്തിനും പിന്നിൽ ഇന്ത്യയാണെന്ന് പറയും. ഇന്ത്യക്കും ന്യൂഡൽഹിക്കും നരേന്ദ്രമോദിക്കൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് രാജ്യത്തിനകത്ത് തന്നെ. അപ്പോഴാണ് ഇവന്മാരുടെ അപ്പുറത്തെ അഫ്ഗാൻ അതിർത്തിയിലെ ചില തർക്കങ്ങൾ. അഫ്ഗാനിലെ പാവങ്ങളെ വ്യോമാക്രമണത്തിൽ കൊന്നു തള്ളിയിട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും ആവർത്തിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണ്. അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ ഇനിയും കളിക്കുമെന്നും ഇന്ത്യയോടും താലിബാനോടും യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ്, ഒരുക്കമാണ് എന്നുവരെ ഖ്വാജ ആസിഫ് പറഞ്ഞു വെച്ചു. നട റോഡിലൂടെ വരുന്ന ചരക്ക് ലോറിയെ കണ്ടിട്ട് മസിവിരിക്കി കാട്ടുന്ന തവളയെ പോലെ അവിടെ ഇരുന്ന് ഖ്വാജ ആസിഫ് പെരുത്തുരുണ്ടിട്ട് എന്ത് കാര്യം? അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിക്കുമോ എന്ന് തനിക്ക് തള്ളിക്കളയാനാകില്ല. പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ പരസ്യമായി ചർച്ച ചെയ്യാനില്ലെന്നാണ് ഖ്വാജ ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞത്. നല്ലതാണ്. ട്രംപിനോട് പോയി രഹസ്യമായി പറയുമായിരിക്കും, ഒന്ന് രക്ഷിക്കണേ ട്രംപ് എന്ന്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഇന്ത്യക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ആരോപിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കടന്നു കയറി പാക് വ്യോമസേന വിമാനങ്ങൾ ചന്നം പിന്നെ മിസൈലുകൾ വർഷിക്കുകയാണ്, വെടിയുതിർക്കുകയാണ്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ആരെ ബോധ്യപ്പെടുത്താൻ, ആരോടുള്ള പക തീർക്കാൻ? അതേസമയം പാക് അഫ്ഗാൻ സംഘർഷത്തിൽ 48 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തലിന് അഫ്ഗാനിസ്ഥാൻ സമ്മതിച്ചതാണ്. സ്വന്തം ജനതയെ കൊന്നൊടുക്കാൻ, അത് കണ്ടു നിൽക്കാൻ അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് സാധിക്കാത്തത് കൊണ്ടാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ലഘൂകരിക്കാനാണ് ഈ വെടിനിർത്തലെന്ന് നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. പ്രശ്നങ്ങൾ തീർക്കാൻ ചർച്ചകൾ തുടരുമെന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അറിയിച്ചിരുന്നു. നേരത്തെ സംഘർഷം രൂക്ഷമായപ്പോഴാണ് സൗദിയുടെയും ഖത്തറിന്റെയും സഹായം പാകിസ്ഥാൻ തേടിയത്. അഫ്ഗാനിസ്ഥാനല്ല, പാകിസ്ഥാൻ. ഇതൊക്കെ നിൽക്കട്ടെ, ഖത്തറും സൗദിയും ഒക്കെ ഇടപെട്ടിട്ടും അഫ്ഗാൻ ആയുധം താഴ്ത്തിയിട്ടും വെടിനിർത്തൽ നടപ്പാക്കിയിട്ടും എന്തിനാണ് പാവം 3 ക്രിക്കറ്റ് താരങ്ങളെ വ്യോമാക്രമണത്തിൽ കൊന്നുതള്ളിയത്? അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ക്രിക്കറ്റ് താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. കബീർ, സിഗ്ബത്തുള്ള, ഹാരൂൺ എന്നീ യുവ ക്രിക്കറ്റ് താരങ്ങളാണ് കൊല്ലപ്പെട്ടത്. പട്ടിക പ്രവിശ്യയിൽ നടന്ന ആക്രമണത്തിലാണ് ഈ കൊല്ലപ്പെടൽ. അടുത്ത മാസം നടക്കാനിരുന്ന ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേർന്നുള്ള ത്രിരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്യുകയായിരുന്നു ആ ടീം. അതുമാത്രമല്ല, നിരവധി സ്ത്രീകളും കുട്ടികളും ഒക്കെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്തായാലും ലോകവേദികളിൽ തങ്ങളുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച, ഏറെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന 3 ക്രിക്കറ്റ് താരങ്ങൾ അവരുടെ ജീവൻ വരെ അപഹരിച്ച പാകിസ്ഥാന്റെ ഈ കിരാത നടപടികൾ. കൊല്ലപ്പെട്ടവരോടുള്ള ആദരസൂചകമായി അഫ്ഗാൻ ഈ പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കുന്നെന്ന് അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി. പക്ഷേ അതൊന്നും പാകിസ്ഥാന് പ്രശ്നമേ ഇല്ല. പാക് അഫ്ഗാൻ അതിർത്തിയിൽ കുറച്ചു കാലമായി സംഘർഷം ഉരുണ്ടുകൂടുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെയും താലിബാന്റെ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. സാധാരണക്കാരും താലിബാൻ അതിർത്തിയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. പാക് സൈനിക പോസ്റ്റുകളിടയ്ക്ക് അഫ്ഗാൻ സൈനികർ തകർത്തുവെന്ന് പാകിസ്ഥാനും ആരോപിച്ചിരുന്നു. അത് ശരിയാണ്, ആക്രമിച്ചപ്പോൾ തിരിച്ചടിച്ചെന്ന് താലിബാനും പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമിട്ട് നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി. അഫ്ഗാൻ മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഉർഗുരിലെയും ബർമാലിലെയും സാധാരണക്കാർ താമസിക്കുന്ന ഒരിടമാണ് പാകിസ്ഥാൻ ബോംബ് വർഷിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തി 48 മണിക്കൂർ പോലുമായില്ല. അപ്പോൾ കണ്ണിന് കണ്ണ്, ചതിക്ക് ചതി. ഇന്ത്യക്ക് ആ തന്ത്രമൊന്നും പാകിസ്ഥാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കയറി ആക്രമണം നടത്തി അവിടുത്തെ പാവങ്ങളെ നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് അത് ചെയ്തത് ഇന്ത്യയാണെന്ന് മാത്രം പാകിസ്ഥാൻ പറയണ്ട, ഖ്വാജ ആസിഫും പറയണ്ട. ലോകത്തെ ധരിപ്പിക്കാനും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ
സത്യസന്ധത വെളിപ്പെടുത്താനൊന്നും ഇന്ത്യക്ക് സമയമില്ല. ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ നിരപരാധികളുടെ മേൽ മിസൈൽ വർഷിക്കുകയുമില്ല. പിന്നെ പാകിസ്ഥാന് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ. ഇനിയും ചോദിച്ചു വാങ്ങിക്കാനാണ് ഭാവമെങ്കിൽ ഖോജ ആസിഫ് അല്ല, ഇനി മറ്റേത് പാക് പ്രധാനമന്ത്രിയായാലും പാകിസ്ഥാന്റെ ഏത് ഉന്നത തലവനായാലും പ്രതിപക്ഷ നേതാവായാലും സൈനിക മേധാവി അസീം മുനീർ ആയാലും ആരായാലും ഇന്ത്യയുടെ മറുപടി ഇന്ത്യ തയ്യാറാക്കി കരുതി തന്നെ ഇരിപ്പുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച